നീ എന്തടി ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എനിക്ക് നാളെ ക്ലാസ് തുടങ്ങും അച്ഛാ. ജൂലൈയിലോ? ഇത്തവണ നേരത്തെയാണോ സ്കൂൾ തുറക്കുന്നേ? ഇപ്രാവശ്യം നേരത്തെ തുടങ്ങും അച്ഛാ. ഇവള് നാളെ മുതൽ സ്കൂളിലോട്ട് പോയാ അപ്പുണ്ണി ആര് നോക്കും? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അമ്മയില്ലേ ഇവിടെ? ഞാനേ നാളെ രാവിലെ കരുനാഗപ്പള്ളിക്ക് പോവാ. എന്താ ഇത്ര അത്യാവശ്യം? കൊറേ നാളായില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ചന്ദ്രൻ വിളിച്ചായിരുന്നു എന്നെ അങ്ങോട്ട് ചെല്ലാത്തെന്നും ചോദിച്ചേ. ജാനിമോളുടെ ക്ലാസ് തുടങ്ങുന്ന ദിവസം തന്നെ ചെല്ലണമെന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞോ? ആ, അല്ലെങ്കിലും ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്ന നാളെ തന്നെ പോണോന്ന്. അവിടെ ഇപ്പൊ എന്തായിന്ന് ആർക്കറിയാം? തൊഴുത്തിലെത്ര പശുണ്ട് അമ്മ എന്നിട്ട് പ്രസവിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്? ചേട്ടാ, എനിക്ക് എന്റെ വീട്ടിൽ പോകണ്ടേ? അത് വലിയ കുറ്റമാണോ? നേരത്തെ തീരുമാനിച്ചതാ അല്ലേ? ആ, ഇനി മാറ്റമില്ലല്ലോ. ഇല്ല. നാളെ രാവിലെ സ്ഥലം വിട്ടോളണം. അമ്മയുടെ ഇഷ്ടമല്ലേ പോകുന്നതും വരുന്നതും ഒക്കെ. വിജയേട്ടനെന്താ രസിക്കാത്തതുപോലെ? എനിക്ക് നന്നായിട്ട് രസിച്ചു, സന്തോഷായി. പോരെ? അമ്മ ആരാ മോള്? മോള് ആരുടെയാ വിത്ത്? കൊള്ളാം. രണ്ടും ഒന്നിനൊന്നും മെച്ചം. അമ്മ പോകാനിരിക്കയോ? ആ, ഞാനേ രാവിലെ പോയാലേ ജാനിയെ സ്കൂളിൽ വിടാതിരിക്കാൻ പറ്റൂ. ഞാനിവിടെ ഉണ്ടെങ്കിലേ അവള് സ്കൂളിൽ പോവും. ഞാൻ പറയാം അവളോട് പോകണ്ടാന്ന്. പിന്നെ അവള് പോവോ? ഇടീ, വിജയൻ ഇവിടെ ഉണ്ടല്ലോ, അവൻ പറയും അവളോട് സ്കൂളിൽ പൊക്കോളാൻ. ആ, ഞാൻ കരുനാഗപ്പള്ളിക്ക് പോയി കഴിഞ്ഞാലേ നിനക്ക് വിജയന്റെ അടുത്ത് ന്യായം പറഞ്ഞു നിൽക്കാം. ജാനിയും കൂടെ സ്കൂളിലോട്ട് പോയാ അപ്പുണ്ണിയെ നോക്കാൻ ആരുമില്ലെന്ന്. നീ ഒരു കാരണവശാലും അവളെ സ്കൂളിൽ വിടാൻ സമ്മതിച്ചേക്കരുത്. അപ്പുണ്ണി വയ്യാതെ കിടക്കുമല്ലേ, അവൻ എഴുന്നേക്കട്ടെ, എന്നിട്ട് സ്കൂളിൽ പോയാൽ മതി എന്ന് പറ. അമ്മ വല്ലതും കഴിച്ചിട്ട് പോയാ മതി. ആ, വേണ്ട വേണ്ട, അതിനൊന്നും നേരമില്ല. അവള് സ്കൂളിലോട്ട് പോകാൻ ഒരുങ്ങി വരുന്ന നേരത്തെ എനിക്കിറങ്ങണം. അവള് സ്കൂളിൽ പോകാൻ പറ്റാതെ മെഴുങ്ങസിയാന്ന് നിൽക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ. അവളിപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ, താഴോട്ട് ഇറങ്ങി വരട്ടെ, അവിടെ യൂണിഫോം ഞാൻ അഴിപ്പിക്കും. സാരസമ്മയുടെ കളി.